ലോകം തന്നെ ആശങ്കയോട് ഉറ്റുനോക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ സംഭവമാണ് മ്യാൻമാറിലുണ്ടായ ഭൂചലനം. അത് ആദ്യത്തെ ഭൂചലനം 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം, അതിനുശേഷം പിന്നീട് തുടർചലനങ്ങൾ ഉണ്ടായി. ഇതിൽ മരണസംഖ്യ നമ്മൾ ഈ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് മരണസംഖ്യ മാറുന്നുണ്ട്, അവിടുത്തെ നാശനഷ്ടങ്ങൾ മാറുന്നുണ്ട്, പരിക്കേറ്റവരുടെ എണ്ണം മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം വലിയ ആശങ്കയോടുകൂടി മ്യാൻമാറിന് എല്ലാ രാജ്യങ്ങളും സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നടക്കമുള്ള സഹായം മ്യാൻമാറിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. മ്യാൻമാറിൽ ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയണം. നിലവിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം മരണം 1600 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭൂചലനത്തിൽ. പരിക്കേറ്റവരുടെ എണ്ണമാവട്ടെ 3408ആയി. ഇനിയും 139 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. ഇതൊക്കെ ഔദ്യോഗിക കണക്കാണ്. അനൗദ്യോഗികമായി ഒരുപക്ഷെ ഇതിലും അപ്പുറമായിരിക്കും ഇനി കണ്ടെത്താനുള്ളവരുടെയൊക്കെ ഒരു കണക്കുകൾ വരിക. ഓപ്പറേഷൻ ബ്രഹ്മയിലൂടെ 15 ടൺ ആവശ്യ വസ്തുക്കളാണ് മ്യാൻമാറിന് ഇന്ത്യ കൈമാറിയത്. മരണസംഖ്യ 10,000 കവിയുമെന്നാണ് US ജിയോളജിക്കൽ സർവേ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം അഖിലയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ പറയാനായി. അഖില, ഗുഡ് മോർണിംഗ്. സമീപകാലത്ത് ഏഷ്യ കണ്ടിട്ടുള്ളതിൽ വച്ചുള്ള ഏറ്റവും വലിയ അപകടമാണ്, ഏറ്റവും വലിയ ദുരന്തമാണ് മ്യാൻമാറിൽ സംഭവിച്ചത്. ഈ മരണസംഖ്യയൊക്കെ നമ്മൾ ഈ ആദ്യത്തെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഈ അപകടം ഇത്രമേൽ വലുതാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ 1600-ലേക്കൊക്കെ മരണസംഖ്യ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര ഭീകരമാണ് ആ അപകടം എന്നുള്ളത് മനസ്സിലാകുന്നു. ഏറ്റവും ഒടുവിലായി മ്യാൻമാറിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എങ്ങനെയാണ് ഈ നിലവിലെ സാഹചര്യം? അഖില, കൂടുതൽ കാഷ്വാലിറ്റീസ് വരുന്നുണ്ടോ? കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ഈ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് അഖില. ഗുഡ് മോർണിംഗ്. മരണസംഖ്യ ഈ 1600 നിൽക്കില്ല, അതിനപ്പുറം പോകുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ 1600 കടന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ മരണസംഖ്യ 10,000 കടക്കുമെന്നാണ് US ജിയോളജി സർവേ വ്യക്തമാക്കുന്നത്. പരിക്കേറ്റവരുടെ എണ്ണം 3408 ആയിരിക്കുന്നു. കാണാതായവരുടെ എണ്ണം 139 ആയിരിക്കുന്നു. ഇത് സെക്കൻഡുകൾക്കകം, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മാറി മറയുന്ന കണക്കുകളാണ്. അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് മ്യാൻമറിൽ നിലനിൽക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യം തകർന്നടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥിതിയാണ് അവിടെ. റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുസ്സഹമായി തുടരുകയാണ്. ഈ മ്യാൻമറിലെ ഭൂചലനത്തിന് സഹായഹസ്തവുമായി നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തുന്നുണ്ട്. ഇന്ത്യ എത്തിയിട്ടുണ്ട്, ദക്ഷിണ കൊറിയ, പിന്നെ ഐക്യരാഷ്ട്രസഭ എത്തിയിട്ടുണ്ട്. ഇന്ത്യ 15 ടണ്ണിൻ ആവശ്യ വസ്തുക്കൾ ഓപ്പറേഷൻ ബ്രഹ്മ വഴി അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിനകം ചൈന 135, റഷ്യ 120, മലേഷ്യ 50 വിദഗ്ധ രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും ദുസ്സഹമായി ഇരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തിന് സർവ്വസഹായങ്ങളും ഒരുക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ദക്ഷിണ കൊറിയ $20 ലക്ഷം സഹായ വസ്തുക്കൾ എത്തിച്ചിരിക്കുന്നു. UK $10 മില്യൺ സഹായഹസ്തമാണ് അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളിൽ നിന്ന് സഹായങ്ങൾ എത്തുന്നു. ഒരു രാജ്യം ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളെല്ലാം, ലോകരാഷ്ട്രങ്ങളെല്ലാം ആ രാജ്യത്തെ കൈപിടിച്ച് ഉയർത്തുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. 1912 കിഴക്കൻ മധ്യ മ്യാൻമറിലെ ഒരു നഗരമായ ടാങ്കിയിലാണ് സമാനമായി ഇങ്ങനെ ഒരു തീവ്രതയിലുള്ള ദുരന്തം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പട്ടാള ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിൻ്റെയും ഒരു വ്യഥയിൽ തന്നെയായിരുന്നു മ്യാൻമർ എന്ന രാജ്യം ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ഇങ്ങനെ ഒരു ദുരന്തം കൂടി വന്ന് ഭവിച്ചിട്ടുള്ളത്. മരണസംഖ്യ ഓരോ നിമിഷത്തിലും കൂടുകയാണ്. സേതു. തീർച്ചയായും അഖില, മാസങ്ങളായി ഈ പറഞ്ഞ പോലെ പട്ടാള ഭരണകൂടത്തിൻ്റെയും തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളുടെയും ഒക്കെ ഈ പോരാട്ടമൊക്കെ നടക്കുന്ന സ്ഥലമാണ് മ്യാൻമാർ. അങ്ങനെ ആ ജനത ഇനി അനുഭവിക്കാനൊന്നുമില്ല, അത്ര കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രകൃതി ദുരന്തം കൂടി, ഇത്തരത്തിലൊരു വൻ ദുരന്തം കൂടി അവരെ തേടിയെത്തിയിരിക്കുന്നത്.